കാറ്റത്തെ കിളിക്കുള്ളിൽ നാളത്തെ പ്രൊമോ റിവ്യൂലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ സുധീഷും ഹരീഷും കൂടെ ആണെങ്കിൽ എന്ന് സംസാരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ സുധീഷ് പറയുന്നുണ്ട് നീതുവിനെ കല്യാണം കഴിക്കാനൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പം നമ്മുടെ ഹരീഷ് ആണെങ്കിൽ ഒരു തരത്തിനും അതങ്ങോട്ട് സമ്മതിക്കുന്നില്ല. ഹരീഷ് പറയുന്നുണ്ട് നിനക്ക് സുഭാഷ് ചേട്ടൻ്റെ കല്യാണം കഴിയാതെ നിൽക്കില്ലേ, ഒന്നാമത് സുഭാഷ് ചേട്ടൻ്റെ കല്യാണം ഒന്നും ആവുന്നതുമില്ല, അപ്പം ഞാൻ കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ നാട്ടിലുള്ളവർ എന്താ പറയുന്നൊക്കെ പറയുന്ന സമയത്ത് നമ്മളെ ഭാസ്കരൻ വന്ന് പറയുന്നുണ്ട്, എടാ നിങ്ങൾ കല്യാണം കഴിച്ച് നിങ്ങളൊക്കെ ജീവിക്കാൻ നോക്കുക, അവൻ കല്യാണം ഒന്നും കഴിക്കത്തില്ല, അവനിങ്ങനെ തന്നെ ജീവിക്കാനായിരിക്കും അവൻ എൻ്റെ യോഗം എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. ആ സമയത്താണെങ്കിലും നമ്മളെ ഹരീഷ് നല്ല ദേഷ്യം വരികയൊക്കെ ചെയ്യുന്നുണ്ട്. പിന്നെ കാണിക്കുന്നത് നമ്മളെ നിധി ആണെങ്കിൽ ഭാസ്കരൻ്റെ അടുത്ത് വന്ന് പറയുന്നുണ്ട്, നിങ്ങളാണെങ്കിൽ നിങ്ങളെ മക്കളല്ലേ, അപ്പോൾ നിങ്ങളാണെങ്കിൽ സുഭാഷ് ചേട്ടൻ്റെ കല്യാണം നടത്താൻ വേണ്ടി എന്തെങ്കിലും കാര്യങ്ങൾ നിങ്ങൾ ചെയ്തിട്ടുണ്ടോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്കും നമ്മൾ ഭാസ്കരൻ ഇങ്ങനെ ആലോചിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. പിന്നെ നമ്മൾ നിധി വന്ന് ഹരീഷിൻ്റെ അടുത്തും സുധീഷിൻ്റെ അടുത്തൊക്കെ ചോദിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. സുഭാഷ് ചേട്ടൻ്റെ കല്യാണം നടത്താൻ വേണ്ടി എല്ലാവരും ശ്രമിക്കുകയൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. പക്ഷെ ഇപ്പം എന്താ ആരും ശ്രമിക്കാത്തതെന്നൊക്കെ നമ്മളെ നിധിയാണെങ്കിൽ ചോദിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ. അതിനുശേഷം പിന്നാണെങ്കിൽ നമ്മളെ സുഭാഷ് ചേട്ടൻ്റെ അവിടെ ആണെങ്കിൽ ഒരു ജോത്സ്യനെ വിളിച്ചൊക്കെ ഇരുത്തിയിട്ട് ഇങ്ങനെ നോക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ. നോക്കുന്ന സമയത്താണെങ്കിലും ആ ജോത്സ്യൻ പറയുന്നുണ്ട് സുഭാഷ് ചേട്ടനാണെങ്കിൽ ഈ ജന്മത്തിൽ കല്യാണം നടക്കത്തില്ല എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പം സുഭാഷ് ചേട്ടൻ്റെ ജാതകപ്രകാരം ഈ വീട്ടിലാണെങ്കിൽ ഒരു പെൺകുട്ടികൾ വന്ന് വാഴത്തതും ഇല്ല എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. ഇത് കേൾക്കുന്ന സമയത്താണെങ്കിൽ എല്ലാവരും ആകെ ഷോക്കായിട്ടൊക്കെ നിൽക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. നമ്മുടെ നിധിക്കൊക്കെ ആണെങ്കിൽ ഭയങ്കര സങ്കടമാവുകയൊക്കെ ചെയ്യുന്നുണ്ട്. പിന്നെ നമ്മൾ സുഭാഷ് ചേട്ടനാണെങ്കിൽ പോയി റൂമിൽ പോയിരുന്ന് ഭയങ്കരമായിട്ട് കരയൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് പ്രൊമോ റിവ്യൂ ആയിട്ടൊക്കെ കാണിച്ചിരിക്കുന്നത്. അപ്പോൾ വീഡിയോസൊക്കെ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൻ എനേബിൾ ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യണേ.